ഇതൊരു കുട്ടി എന്നോട് ഇൻസ്റ്റയിൽ വന്ന് ചോദിച്ചാണ് കേട്ടോ. അപ്പോൾ വിത്തൗട്ട് ലൈനിങ് സ്ക്വയർ നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഷോൾഡർ മാർക്ക് ചെയ്യുന്ന അവിടെ നിന്ന് തന്നെ നെക്കിന്റെ വിത്ത് ഇതേപോലെ അടയാളപ്പെടുത്തുക. ഞാനിവിടെ 3.5 എടുത്തിട്ടുള്ളത്. ലെങ്ത് ഞാനിവിടെ 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ 2 പോയിന്റും കൂടി ഇതേപോലെ ഒന്ന് സ്ക്വയർ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ സ്ക്വയർ ഇതേപോലെ വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്കിന് മെഷർമെന്റ് എടുക്കുമ്പോൾ നിങ്ങൾ അതേ മെഷർമെന്റിൽ എടുക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം 2 ഇഞ്ച് വിത്തിലും 21 ഇഞ്ച് ലെങ്ത്തിലും ഇതേപോലെ ഒരു നീളത്തിലുള്ള പീസ് വെട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മൾ കഴുത്ത് മറച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ ഇതിനൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ പീസ് ഈ നെക്കിനോട് ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ പീസ് ഇതേപോലെ വെച്ച് കൊടുക്കേണ്ടത് നമ്മുടെ തുണീന്റെ നല്ല ഭാഗത്താണ്. ആ നെക്കിന്റെ സൈഡിൽ കൂടെ ഞാൻ ആ വരച്ച മാർക്കിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോർണർ ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ സൂചി അവിടെ ആ തുണിയിൽ കുത്തി നിർത്തണം. അതിനുശേഷം ഫൂട്ട് പൊന്തിച്ചിട്ട് നമ്മൾ ആ തുണി മെല്ലെ തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെയും ഫൂട്ട് താഴ്ത്തിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കുത്തി നിർത്തി അടിച്ചാലാണ് ആ സ്ക്വയറിന്റെ അതേ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. അതിനുശേഷം പിന്നെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കോർണർ ഭാഗത്ത് ഇതേപോലെ 2 കട്ടിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ കട്ടിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് വെച്ച സ്റ്റിച്ച് മുറിഞ്ഞു പോകേണ്ട നോക്കണം. അതിനുശേഷം എല്ലാ ഭാഗത്തു കൂടെയും ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു പീസ് ഇതേപോലെ നിവർത്തിയെടുക്കുക. നിവർത്തിയെടുക്കുമ്പോൾ ആ ഒരു പീസിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ ഉള്ളിലുള്ള തയ്യൽ തുമ്പ് പതിഞ്ഞിരിക്കേണ്ടത്. എന്നിട്ട് അതിന്റെ അറ്റത്തു കൂടി നമ്മൾ ആ പീസിന്റെ അറ്റത്തു കൂടി നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഇതേപോലെ സൂചി കുത്തി നിർത്തിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ഇതേപോലെ മറയ്ക്കുമ്പോൾ പെട്ടെന്ന് മറിഞ്ഞു കിട്ടും. അതിനുശേഷം ഇതേപോലെ മറച്ചിട്ട് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അറ്റത്തു കൂടി. അതും ഇതേപോലെ സൂചി കുത്തി നിർത്തിയിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്ര അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ രണ്ടാമതൊരു സ്റ്റിച്ചും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലുള്ള ഈ പീസ് ഇതേപോലെ നമ്മൾ മടക്കി വെച്ചിട്ട് ഉൾഭാഗത്ത് കൂടി ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതും ഇതേപോലെ സൂചി കുത്തി നിർത്തിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ നമ്മൾ സ്ക്വയർ നെക്ക് ഉണ്ടാവുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും ചെയ്തോളൂ.